ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഫ്രൈഡ് റൈസാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനു വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ അതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി ചെറിയ പീസാക്കി ചോപ്പ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറിയ പീസായി കൊത്തി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ബീൻസും കൂടിയിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. ഫ്രൈഡ് റൈസിന് ഒന്ന് ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് ചെറുതായി കടിക്കണ്ടേ, അപ്പം നല്ലോണം ചൂടാക്കി എടുത്താൽ മതി. നമുക്കിതിലേക്ക് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കിലോനാണ് രണ്ടും എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നല്ലാതെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ വൈറ്റ് പാർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രീൻ പാർട്ട് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് നല്ലോണം വേവേണ്ട ആവശ്യമില്ലല്ലോ ഫ്രൈഡ് റൈസിന്. ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും മുട്ട സ്ക്രാമ്പിൾ ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു 1/2 കിലോ ഫ്രൈ ചെയ്തിട്ട് പിച്ചെടുത്തതാണ്. മുട്ട ഒരു 5-6 എണ്ണം, നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 6 എണ്ണം എടുക്കാം. 3 ഗ്ലാസ് അരിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോസും മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്ന വീഡിയോസും ഒക്കെ ഇതിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അതാണ് ഇതിൽ കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. വെജിറ്റബിളും നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും ചിക്കനൊക്കെ കൂടി നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് പകുതി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊക്കെ കഴിക്കാനുള്ളത് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇത് മിക്സ് ചെയ്യണുള്ളൂ. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. കുറച്ചധികം വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് അതിലേക്ക് നമ്മുടെ ബസുമതി അരി ഇട്ട് വേവിച്ചതാണ് ഇത്. അത് ഞാൻ വേവിച്ചെടുത്തത് പരന്ന പാത്രത്തിലിട്ട് ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ റൈസൊക്കെ പൊടിഞ്ഞു പോകും. പിന്നെ റൈസ് വേവിക്കുമ്പോൾ ഒരു 1/4 വേവ് മാത്രമേ ആവാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ അതേ പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. നല്ല ചൂടിലിട്ടിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അതേ രുചിയും അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തുമുള്ള ചോറ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി ചൂട് തട്ടണം. അപ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ശരിക്കുള്ള രുചി കിട്ടുക. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇതേപോലെ ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യുന്നുണ്ട്, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോവാണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും കൂടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.